രാഹുലിനും മോദിക്കും ഒരേ സ്ഥലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ അത് ഇന്നലെ മുഖ്യമന്ത്രി ഉദ്ധരിച്ച് ഇന്ത്യ മുന്നണിയെ പ്രഹരിക്കുന്ന നരേന്ദ്രമോദി ഇന്നും പറയുന്ന ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ ഒളിച്ചോടിയെന്നാണ്. മോദി പറഞ്ഞതിന് മലയാളം ട്രാൻസ്ലേഷൻ പോലെയാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒളിച്ചോട്ടക്കഥ പിണറായി വിജയനും ഇന്ന് ആവർത്തിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരുടെയൊക്കെ ശബ്ദമാണ് അത്ഭുതകരമാവണ്ണം ഒരുപോലെ? സുനിൽകുമാർ, 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് 2024 സമാനമായി ഇടതുപക്ഷം കാണുന്ന ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഘട്ടം. 2004 ഇപ്പോൾ പറയുന്നതിനേക്കാൾ അതിരൂക്ഷമായി ഇടതുപക്ഷവും UDFും തമ്മിൽ പരസ്പരം മത്സരിച്ചിരുന്നു. ആ മത്സരിച്ചതിൽ 18 സീറ്റിൽ UDFിനെ ഇടതുപക്ഷം വിജയകരമായി പരാജയപ്പെടുത്തി. അതിനുശേഷം ഇന്ത്യൻ പാർലമെന്റിൽ ചെന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ഞങ്ങൾ നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു MP കേരളത്തിനകത്ത് ജനങ്ങൾക്കെതിരായി പ്രവർത്തിച്ചൊന്നും ജനങ്ങൾ ചിന്തിച്ചില്ല. അതിന് കാരണം എന്താണ്? കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ BJPക്കെതിരായി വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് കേരളത്തിൽ ആളുകൾ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ആ പോരാട്ടത്തിനകത്ത് ആർക്കാണ് ഫലപ്രദമായി അവിടെ ഗുണപരമായി ഇടപെടാൻ കഴിയുക? അത് CPIMനും ഇടതുപക്ഷത്തിനുമാണ് എന്നതുകൊണ്ടാണ് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന ശരിയായ രാഷ്ട്രീയം ഞങ്ങൾ വെക്കുന്നത്. അത് ഒന്നാം UPA സർക്കാരിന്റെ നന്മയിലും രണ്ടാം UPA സർക്കാരിന്റെ പതനത്തിലും ഇന്ത്യൻ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ ഒരു രാഷ്ട്രീയ ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ 2024 എന്ത് സംഭവിച്ചു? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നത്. കേരളത്തിലേക്ക് മത്സരിക്കാൻ വന്നപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ചോദിച്ച ചോദ്യം എന്താണ്? ഇടതുപക്ഷത്തിനെതിരായി മത്സരിക്കാൻ വരുന്നതോടുകൂടി രാഹുൽ ഗാന്ധി എന്തു സന്ദേശമാണ് ഇന്ത്യക്ക് നൽകാൻ പോകുന്നത്? അത് ആത്മഹത്യാപരമല്ലേ? ആ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ മത്സരം കോൺഗ്രസിനെ തകർത്തു, 44 സീറ്റിലേക്ക് ഒതുക്കി, അമേഠിയിൽ പരാജയപ്പെടാൻ കാരണമായി. മാത്രമല്ല BJPക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ദുരുപയോഗിക്കാൻ തക്കവണ്ണമുള്ള ചിത്രങ്ങൾ ഉയർന്നു വന്നപ്പോൾ സ്വന്തം കൊടി പോലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ലീഗിനും കോൺഗ്രസിനും അവരുടെ കൊടി പോലും മടിയിൽ ഒളിപ്പിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ മാറ്റം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കേരളത്തിനെതിരായി പാർലമെന്റിൽ പ്രവർത്തിച്ച 18 അംഗ UDF സംഘത്തിലെ ഒരു MP-യാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് 5 കൊല്ലം മുമ്പ് വരുന്ന ദേശീയ നേതാവിന്റെ പരിവേഷം ഇന്ന് കേരളത്തിൽ രാഹുൽ ഗാന്ധിന് കിട്ടത്തില്ല. രാഹുൽ ഗാന്ധിയുടെ 5 കൊല്ലത്തെ MP-യുടെ പ്രവർത്തനം കേരളത്തിന് ഗുണമായോ? രാജ്യമെന്നാൽ കേരളമല്ല. അദ്ദേഹം എന്തെങ്കിലും പാർലമെന്റിൽ രാജ്യമെന്നാൽ കേരളമോ കേരളത്തിലെ 20 സീറ്റുകളോ അല്ല, സമ്മതിച്ചു. 544 ലോക്സഭാ സീറ്റുകളാണ്. ഒരു മിനിറ്റ്. അവിടെ നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ ഇപ്പോൾ നിൽക്കുന്ന ഏക ചേരി എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ്? ഒരു മുന്നണി രൂപത്തിലേക്ക് വന്നിട്ടൊന്നുമല്ലോ. ഇന്ത്യ ബ്ലോക്ക് എന്നൊരു ബ്ലോക്കാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ആ ബ്ലോക്കിനെതിരെ കിട്ടുന്ന രാജസ്ഥാനിൽ ആ ബ്ലോക്കിനെതിരെ ഒരായുധം കിട്ടിയ ആവേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തുപയോഗിക്കുന്നതും മുഖ്യമന്ത്രി നമ്മൾ പോലും പറയാത്ത കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി കൂട്ടത്തിൽ നിൽക്കുന്ന സഖ്യത്തിൽപ്പെട്ട ഒരാളെ പറ്റി പറയുകയാണ്. അങ്ങനെ ആയുധം കൊടുക്കാമോ അനിൽകുമാർ? അത് രാഷ്ട്രീയ ശരിയാണോ? കേരളമാണോ ഇന്ത്യ? അല്ലല്ലോ. കാശ്മീർക്കത് അത്ഭുതം കാണേണ്ട കാര്യമില്ല. അതിന് കാരണം എന്താണെന്നറിയോ? ഞങ്ങൾ കേരളത്തില് മോദി എതിർക്കുന്ന 2 കൂട്ടരിൽ ആരെയാണ് കേരളത്തിൽ ജനങ്ങൾ സ്വീകരിക്കേണ്ടത്? ആരാണ് മതനിരപേക്ഷ കേരളം സ്വീകരിക്കേണ്ടത്? ആരാണ് രാഷ്ട്രീയത്തിൽ വിശുദ്ധി ആഗ്രഹിക്കുന്നവർ സ്വീകരിക്കേണ്ടതെന്നല്ല ഞങ്ങളുടെ ചോദ്യം. അങ്ങനെ ചോദ്യമെടുക്കുമ്പോൾ ഈ 5 കൊല്ലക്കാലം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പോയിട്ട് എന്താണ് കോൺഗ്രസിന് സഹായകരമായി BJPക്ക് സഹായകരമായി ചെയ്തതെന്നുള്ളത് ഞങ്ങളൊരു ചർച്ചാ വിഷയമാക്കും. മോദിയെ സന്തോഷിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി എന്തെല്ലാം ചെയ്തു? അതിൽ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേസ് എന്താണ്? ഞങ്ങളെക്കുറിച്ചൊരു കള്ളം പ്രചരിപ്പിച്ചു പ്രതിപക്ഷ നേതാവ്. CPIM തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങി. അപ്പോൾ CPM തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയത് ഒരു കള്ളം പറയുന്നു. ആര് കള്ളം? പ്രതിപക്ഷ നേതാവ് പറയുന്നു. രാഹുൽ ഗാന്ധി പറയുന്നു തെരഞ്ഞെടുപ്പ് ബോണ്ട് കൊള്ളയാണെന്ന് പറയുന്നു. പക്ഷേ AICC ഓഫീസിൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് കൊണ്ടു കൊടുത്തപ്പോൾ അവർക്ക് ഉമ്മ കൊടുത്തു വിട്ടു രാഹുൽ ഗാന്ധി. എന്നിട്ട് വയനാട്ടിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി പറയുകയാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് പറഞ്ഞാൽ എക്സ്റ്റോർഷനാണ്, കൊള്ളയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് ബോണ്ട് 2000 കോടി വാങ്ങിച്ച രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ടിനെതിരായി പ്രസംഗിക്കുന്നത് എന്തിനാണ്? കേരളത്തിലെ വിശുദ്ധ രാഷ്ട്രീയമുള്ള കേരളത്തിനകത്ത് തെരഞ്ഞെടുപ്പ് ബോണ്ട് സ്വീകരിച്ച ഒരാൾക്ക് തല പൂഴ്ത്തിയേ നിൽക്കാൻ പറ്റൂ. രാഹുൽ ഗാന്ധി തല പൂഴ്ത്തി നിൽക്കുകയാണ്. അപ്പൊ കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അല്ല എന്ന് പറഞ്ഞ പോലെ ഇന്ത്യ എന്നാൽ ആ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ വിശുദ്ധി വേറെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പല കെടുതികളും കേരളത്തിലില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിജയനെ എന്തുകൊണ്ട് ജയിലിലിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു മോദിയോട്. അതോടുകൂടി എന്ത് സംഭവിച്ചു? കെജ്രിവാളിനെ ജയിലിലിടാത്ത എന്തെന്ന് 2 കൊല്ലം മുമ്പ് ചോദിച്ച രാഹുൽ ഗാന്ധി ഇന്ന് കെജ്രിവാളിനെ ജയിലിലിട്ടതിനെ എതിർക്കുന്നു. സ്ഥിരതയുള്ള നേതാവല്ല രാഹുൽ ഗാന്ധി എന്ന് നാട്ടുകാരുടെ മുന്നിൽ വ്യക്തമായി.
ഹേമന്ത് സോർഗനെ ജയിലിലിട്ട നരേന്ദ്രമോദിയുടെ നടപടിയിൽ അടിയുപോച്ചു കൊടുത്തു രാഹുൽ ഗാന്ധി. കാരണം എന്താണ്? രണ്ടുപേരെ പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, ഗുഡ്. ഇനി ഒരു മൂന്നാമതൊരാളോട് പിടിക്കാൻ ബാക്കി കിടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒറ്റുകാരനായ രാഹുൽ ഗാന്ധി മാറി. ആ ഒറ്റുകാരനായ രാഹുൽ ഗാന്ധി പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ അളിയൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് തിരിച്ചു ചോദിക്കണ്ടേ? 170 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് BJP-ക്കാർക്ക് കാണിക്കയിട്ടിട്ട് തടി രക്ഷപ്പെടുത്തിയ റോബർട്ട് ഭദ്രയുടെ ഭാര്യ വന്ന് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് പ്രിയങ്ക ഗാന്ധി ചോദിക്കുകയും മാധ്യമങ്ങൾ അവരുടെ പടം വെച്ച് തലക്കെട്ടാക്കി പഴയ ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യം ഉണ്ടെന്ന് പറയുകയും ചെയ്താൽ ഇന്ദിരാഗാന്ധി ജയിലിലടച്ച ഒരു പിണറായി വിജയനെയാണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മോദിക്ക് ഒറ്റ കൊടുത്തോണ്ടിരിക്കുന്നത് പിടിക്കാൻ. ഒരു കാര്യം ഹാഷ്മി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾ കോൺഗ്രസിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. കോൺഗ്രസ് പാർലമെന്റിൽ പോയിട്ട് എന്ത് ചെയ്തു എന്ന് ഞങ്ങളുടെ ചോദ്യം. രാമക്ഷേത്രത്തിന് നിർമ്മാണത്തിന് മോദിക്ക് നന്ദി രേഖപ്പെടുന്ന ഒരു പ്രമേയം പാർലമെന്റിൽ വന്നു. മുസ്ലിം ലീഗ് പാർലമെന്റിൽ പ്രമേയത്തെ എതിർത്തു, LDF എതിർത്തു. കോൺഗ്രസ് എന്ത് ചെയ്തു? ഞങ്ങളിത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുന്നത് ഇന്ത്യ മുന്നണിയെ തകർക്കുമോ? ഞങ്ങൾ പറയുന്നത് നന്ദി രേഖപ്പെടുന്ന പ്രമേയം വരുമ്പോൾ കോൺഗ്രസുകാർ എന്തിന് അതിന് മൗനമായി പിന്തുണ കൊടുക്കുന്നു? ജാർഖണ്ഡ് നിയമസഭയിൽ പൊതു സിവിൽ കോഡ് നിയമം പാസാക്കിയതിന് കോൺഗ്രസ് പിന്തുണ കൊടുത്തു, എതിർത്തില്ല. ഇത് കേരള മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചൊരു കള്ളം പറയുന്നു. എന്താണ് കള്ളം? പൗരത്വ ഭേദഗതി നിയമം ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ട്, അത് 14 പേജ് വായിച്ചു നോക്കൂ. വായിച്ചു നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന കള്ളമില്ല. അപ്പോഴാണ് MFS പറയുന്നത് ഞങ്ങൾക്കിത് ഉൾപ്പെടുത്താൻ സൗകര്യപ്പെടുകയില്ല. അത് കോൺഗ്രസിന്റെ തുറന്നു കാണിക്കാനുള്ളതാണ്. കേരളത്തിലെ 18 MP-മാരിൽ ഒരാൾ മാത്രമായി രാഹുൽ ഗാന്ധി പരിമിതപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധി ഫ്ലോറിൽ യുദ്ധം ചെയ്യണം.